പഞ്ചാസ്യം മഴുമാൻമരാഭയരം പൂഞ്ചായലിൽ ഗംഗയും തഞ്ചും സുന്ദരമൂർത്തിയായി സുന്ദരമായ കാരുണ്യവാരാശിയായി അഞ്ചിക്കൊഞ്ചരിശയ്ക്കുമഗ്രിജയെ തന്നംഗമേറ്റും തലപ്പുഞ്ച ക്ഷേത്രമഹേശ നൽകുക വരം സത്യം ശിവം സുന്ദരം സത്യം പരം ധീമഹി സത്യം ഏവ ജയതേ. എന്താണ് പ്രത്യേകത? സത്യം എന്നത് ഭഗവാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അസത്യങ്ങളാണെന്നർത്ഥം. ഞാൻ അസത്യമാണ്. ഏത്? എൻ്റെ ബോഡി, എൻ്റെ ശരീരം അസത്യമാണ്. സത്യമായത് ജീവാത്മാവ് മാത്രമേ ഉള്ളൂ. ആ ജീവാത്മാവാണ് എവിടെ ചെന്ന് ജയിക്കുന്നത്? പരമാത്മാവായ ഈശ്വരനിലേക്ക് ജയിക്കുന്നത്. അതിനെ ശിവനെന്ന് പറയാം, പാർവതി എന്ന് പറയാം, ഭദ്രകാളി എന്ന് പറയാം, ശാസ്താവെന്ന് പറയാം, ഗണപതി എന്ന് പറയാം, കൃഷ്ണൻ എന്ന് പറയാം. 30 കോടി ദേവതാസങ്കല്പങ്ങളുണ്ട്. അല്ലാതെ ദേവസങ്കല്പങ്ങളല്ല കേട്ടോ. ദേവസങ്കല്പങ്ങളാണെങ്കിൽ ദേവന്മാരെ നമുക്ക് പ്രതിഷ്ഠിക്കാൻ പാടില്ലേ? വളരെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ ദേവസങ്കല്പങ്ങൾ. ഇന്ദ്രൻ, അഗ്നി മുതലായ സങ്കല്പത്തിൽ ശ്രീകോവിൽ തന്നെ ഉള്ളൂ. ബാക്കിയൊക്കെ പതിവ് പോലെയാണെന്നർത്ഥം. അപ്പോൾ അവർക്കത്ര പ്രാധാന്യമില്ല എന്നർത്ഥം. അപ്പോൾ ഒരു ക്ഷേത്രത്തെ തൊഴേണ്ടത് ഏറ്റവും ദൂരെയുള്ളതായ സ്ഥലത്തുള്ളതായ ഉപദേവന്മാരെ തൊഴുത്, അതിനുശേഷം അതിൻ്റെ ഉള്ളിലുള്ളതായ ഉപദേവന്മാരെ തൊഴുത്, പിന്നീട് അതിൻ്റെ ഉള്ളിലുള്ള ഉപദേവന്മാരെ തൊഴുത് ആദ്യം ദ്വാസ്തന്മാരെ, ശിഷ്യന്മാരെ തൃപ്തിപ്പെടുത്തണം. അപ്പം പുറമേ ഉള്ളതായ ചുറ്റമ്പലത്തിലുള്ളതായ കുഞ്ഞു കുഞ്ഞു ദൈവങ്ങളെ തൊഴുത് പിന്നീട് അകത്തുള്ള കുറച്ചുകൂടെ പവറായി. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളായിരിക്കാം, അദ്ദേഹത്തിൻ്റെ ദാസന്മാരായിരിക്കാം, ഭദ്രകാളി ദേവിയാണ് മകളാണ്, ഗണപതി ആയിരിക്കാം. അപ്പോൾ പിന്നീട് അകത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ പവറായി. പിന്നീട് ഇവരെയൊക്കെ തൊഴുത് പ്രാർത്ഥിച്ച് അവരുടെ അനുഗ്രഹം മേടിച്ച്, അങ്ങനെയാണല്ലോ നമ്മൾ രാജാവിനെ കാണാൻ പോകുന്നത്. അല്ലെങ്കിൽ ഒരു മന്ത്രിയെ കാണാൻ പോകുമ്പോൾ ഓടിച്ചെന്ന് കയറുകയല്ല. അല്ലെങ്കിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റിനെ കാണാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം എഴുതി ഒപ്പിട്ട് കൊടുക്കും. എന്താ പ്രസിഡൻറ്റിനെ കാണണം, അദ്ദേഹം അവിടെ ഉണ്ട്. ആദ്യം ക്ലർക്ക് ഇന്ന അമ്പലത്തിലെ ഇന്ന ആൾ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു എഴുതി തരും. അതിനുശേഷം അടുത്ത ഹെഡ് കളക്ടറിൻ്റെ അടുത്ത് തരും. അവിടുന്ന് റിപ്പോർട്ട് വരും. തിരുമേനി ആയതുകൊണ്ട് ലെറ്ററൊന്നും വേണ്ട, അടുത്ത സ്റ്റേജിലേക്ക് വരും. പിന്നീട് പ്രസിഡൻറ്റിൻ്റെ മുമ്പിലിരിക്കുന്ന മെയിൻ ആൾ രജിസ്റ്റർ ഉണ്ട്. ആ രജിസ്റ്ററിൽ ഇന്ന അമ്പലത്തിൽ നിന്ന് വരുന്നു, ഇന്ന അമ്പലത്തിൽ കാണുന്നു. അപ്പോൾ കുറച്ചുകൂടെ പവറായി. അതിനുശേഷം അതിനകത്തിരിക്കുന്ന ആദ്യത്തിരിക്കുന്നതായ പിന്നീടോ കമ്മീഷണർ പറയും ഇന്ന കാര്യങ്ങൾ തലപ്പുഞ്ച അമ്പലത്തിലെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ തന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് കമ്മീഷൻ കഴിഞ്ഞിട്ടാണ് പ്രസിഡൻറ്റിലേക്ക്. അതുപോലെ തന്നെയാണല്ലോ ഓടി വന്ന് മെയിൻ നടയിലേക്ക് തൊഴുതിഞ്ഞാൽ ഒരു ഫലമില്ല എന്നർത്ഥം. ഒരു രാജാവിനെ കാണുന്നത് പോലെ തന്നെ ചുറ്റുമുള്ളതായ ആദ്യത്തെ ചൈതന്യം, പിന്നീട് ഉയർന്ന ചൈതന്യം, അങ്ങനെ ചൈതന്യങ്ങളെ തൊഴുത് അവിടുത്തെ ധ്യാനപ്രകാരമുള്ള ധ്യാനവും ചൊല്ലി പ്രാർത്ഥിച്ച് നമസ്കരിച്ചതിന് ശേഷം അകത്ത് തന്നു തുടങ്ങുമ്പോൾ രാജരാജേശ്വരനായ തലപ്പുഞ്ച മഹാദേവൻ അനുഗ്രഹം നൽകും. വരാൻ പോകുന്നതായ ഉത്സവം രോഹിണി, മകീരം, തിരുവാതിര 3 ദിവസങ്ങൾ നടക്കുന്നതായ ഉത്സവം. 3 രോഹിണിയുടെ അന്ന് സ്പെഷ്യൽ നേദ്യങ്ങൾ, വൈകുന്നേരം സ്പെഷ്യൽ തിരുവാതിര, മകീരം 2-ാം തീയതി മകീരം, എട്ടങ്ങാടി 8 കൂട്ടം ഒന്നും കുറയാതെ എട്ടങ്ങാടി നൈവേദ്യം, പിന്നെ എല്ലാവർക്കും പ്രസാദൂട്ടനായിട്ട് കൊണ്ടതാ തിരുവാതിര പുഴുക്ക് അടക്കം നൽകുമ്പോൾ ഓർക്കുക, വ്രതശുദ്ധി വളരെ പ്രാധാന്യമാണ്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആരും ഇങ്ങോട്ട് വരണ്ടെന്നർത്ഥം. അത്രയേറെ അനുഗ്രഹശക്തിയും അതിലേറെ നിഗ്രഹശക്തിയും ഉള്ളൊരു ദേവരാണ്. അപ്പോൾ വരാൻ പോകുന്ന ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് രോഹിണിയുടെ അന്ന് ഉച്ചയ്ക്ക് മുമ്പ് തീരേണ്ടതായ അനിക്കുട്ടേട്ടമ്മത്തായിട്ട് പറഞ്ഞതുപോലെ ചില പരിഹാരക്രിയകൾ ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാൽ പോലും വരാൻ പോകുന്നതായ ഉത്സവത്തിലേക്ക് സഹകരിക്കുമ്പോൾ വെറും കയ്യോടെ ആരും വരണ്ട. പത്രം, പുഷ്പം, ഫലം, തോയം യോ മേ ഭക്തിയാ പ്രയച്ഛതി എന്ന് ഇന്നലെ കുചേലവൃത്തത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട് ഭഗവാൻ. ഭക്തിയോടെ സമർപ്പിക്കുന്നതായ 4 പിടി അവൽ കുചേലൻ സമർപ്പിച്ചപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് കല്ലും മല്ലും നിറഞ്ഞു. അങ്ങനെയൊന്നും അല്ലാട്ടോ. ഭഗവാനെ സമർപ്പിക്കേണ്ട പ്രിയപത്നി അത് ഇടിച്ച് വൃത്തിയാക്കി നല്ല തുണിയിൽ കെട്ടി കൊടുക്കുക ചെയ്തത്. അല്ലാതെ കല്ലും മല്ലും നിറഞ്ഞവരവലൊന്നും ഭഗവാന് ഒരു ബ്രാഹ്മണനും സമർപ്പിക്കില്ല, ഒരാളും സമർപ്പിക്കില്ല. അതാണ് ഭഗവാൻ സ്വീകരിച്ചത്. അപ്പോൾ ഉത്സവത്തിന് വരുമ്പോൾ ഉത്സവത്തിന് മുമ്പ് തന്നെ വന്നോളൂ. ഇവിടെ എല്ലാ കാര്യങ്ങളും സഹകരിച്ചോളൂ. വിളക്കുടയ്ക്കാനടക്കം അതും ഒരു അതും ഈശ്വര പൂജ തന്നെയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ഈശ്വര പൂജകൾ ചെയ്യുമ്പോൾ ഇലയാണ് എനിക്കുള്ളത്. തിരുമേനി ഇലയുള്ളത് കുറച്ച് തൂശനില കൊണ്ടുവന്നോളൂ. ഇനി എനിക്ക് കുറച്ച് പൂവാണുള്ളത്, കുറച്ച് പൂവ് കൊണ്ടുവന്നോളൂ. ഇനി എട്ടങ്ങാടിക്കുള്ളതായ നാളികേരാണ്, എനിക്ക് തേങ്ങയാണ്, ആയിക്കോട്ടെ, കാച്ചിൽ, ചേന, എല്ലാം കൂർക്ക എന്ത് വേണമെങ്കിലും കൊണ്ടുവന്നോളൂ. അത് ഇന്നത് അളവെന്നില്ല, സമർപ്പിക്കുന്ന വസ്തുവിനാണ് പ്രധാനം. അല്ലാണ്ട് 10 കിലോ ചേന കൊണ്ടുവന്ന് വെച്ച്
അതിൻ്റെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസിലുണ്ട്. അങ്ങനെയൊന്നുമല്ല, ഇന്നത് വസ്തുവെന്നില്ല. വസ്തുവിന് സമർപ്പിക്കുന്ന വസ്തുവിൻ്റെ വലിപ്പമോ തൂക്കമോ അല്ല പ്രധാനം, സമർപ്പിക്കുന്ന വസ്തുവിനാണ്. അപ്പോൾ ഇനി മുതലായ 41 ദിവസങ്ങൾ വരുന്നു. ഒരു മുടക്കമില്ലാത്ത കാര്യമാണ്. എനിക്ക് ഇലയുണ്ട്, കുറച്ച് ഇല കൊണ്ടുവരാം. ഇനി പഴം പഴുത്ത് നിൽക്കുന്നു, ഒരു പടല ഭഗവാനെ സമർപ്പിച്ചേക്കാം. എന്താ അതിന് തെറ്റ്? പിന്നീട് ഉണ്ടാവുന്ന കൊല മുഴുവനും ഒരു വളമിട്ടില്ലെങ്കിലും വലുതാവും. അതാണ് അതിൻ്റെ പ്രത്യേകത, അപ്പോൾ ഒരു ചെടി നടുന്ന പോലെ തന്നെ ഒരു വാഴ നടുന്നതിന് കുറച്ച് പൂവ് ഒരുക്കണമെന്ന് ആരും നിർബന്ധം പറയുന്നില്ല. ഇവിടെ ഒരുക്കിയെടുക്കാൻ ആളുണ്ട്. അപ്പോൾ കുറച്ച് പൂവ്, കുറച്ച് ഇല, കുറച്ച് നാളികേരം, അതുപോലെ എട്ടങ്ങാടിക്ക് വേണ്ട സാധനങ്ങൾ, പുഴുക്കിന് വേണ്ട സാധനങ്ങൾ. ഇനി ഇതൊന്നുമില്ല, എനിക്ക് എണ്ണയാണ് സമർപ്പിക്കാൻ ഉദ്ദേശം, എണ്ണ കൊണ്ടുവന്നോളൂ. ഇനി എനിക്ക് നെയ്യാണ് ഇഷ്ടം, നെയ്യ് കൊണ്ടുവന്നോളൂ. അവനവന് മനസ്സിന് ഇഷ്ടപ്പെട്ടു. എന്നാൽ എനിക്ക് ഉണക്കലരിയാണ് കുറച്ച് വെച്ചേക്കാം. ഇനി 2-3 ദിവസം കൊടുക്കാനുള്ളതായ ഭഗവാന് രാവിലെ നേദിക്കേണ്ട മലര് നന്നാക്കി, മലരാണ് ഇഷ്ടം, ആയിക്കോട്ടെ. അവനവൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട വസ്തു സമർപ്പിക്കുക എന്നർത്ഥം. അപ്പോൾ അങ്ങനെ സമർപ്പിക്കുന്ന ആ സാത്വിക വസ്തുക്കളോടുകൂടി വരാൻ പോകുന്ന ആ ഉത്സവ കാലഘട്ടം നമുക്ക് നാമജപത്തിൻ്റെ ശക്തിയോടുകൂടി തന്നെ ഗംഭീരമാക്കണം. ലോകത്തെ ഒരേ ഒരു ക്ഷേത്രമേ ഉള്ളൂ, ഒരേ പാത്രത്തിൽ നിന്ന് പാർവതീ ദേവിക്കും കൂടെ നേദിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു ക്ഷേത്രം തലപ്പുഞ്ഞ മഹാദേവ ക്ഷേത്രം മാത്രമേ ഉള്ളൂ. അപ്പോൾ അനുക്കുട്ടായിട്ട് ചേട്ടൻ്റെ നേതൃത്വത്തിൽ 3-ാം തീയതി രാവിലെ 6 മണിയോടുകൂടി തന്നെ നടക്കുന്ന അഷ്ടദ്രവ്യഗണോദ്യമം, 8:30 മണിയോടുകൂടി ആരംഭിക്കുന്ന കലശപൂജ, വളരെ ദർശനപ്രധാനമുള്ളതായ കലശാഭിഷേകം 10:30 മണിയോടുകൂടി തന്നെ നടക്കുമ്പോൾ എല്ലാവരും ആ കൃത്യ സമയത്ത് എത്തിച്ചേരാൻ നോക്കണ്ടെന്നർത്ഥം. നമ്മൾ ഒരു കല്യാണത്തിന് പോകണു, അല്ലെങ്കിൽ ഒരു ചോറൂണ് പോകണു, അല്ലെങ്കിൽ ഒരു വിശേഷത്തിന് പോകണു, ഞാനടക്കം നമ്മൾ 1/2 മണിക്കൂർ മുമ്പ് വരും, മുഹൂർത്തത്തിന് മുമ്പ്. കാരണം അതിൻ്റെ ഫോട്ടോ കൊടുക്കണം, ആ കുഞ്ഞിനെ കാണണം, ചോറ് കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ നന്ന് ചിരിക്കണം. കുട്ടികളൊപ്പം മനസ്സിന്നു ശുദ്ധത നിസ്സംഗ ബുദ്ധിയും വന്നുവെങ്കിൽ തട്ടിക്കളയാം ഈ സംസാര ദുഃഖത്തെ ചെറ്റെന്നു നിങ്ങൾ അറിഞ്ഞിടണം. ഏറ്റവും കൂടുതൽ കൊച്ചുകുട്ടികളെ കളിപ്പിക്കുക, കൊച്ചുകുട്ടികളായിട്ട് തമ്മിത്തില്ല. അതുപോലെ തന്നെ 60 വയസ്സിനോളം മുത്തശ്ശിമാരായിട്ട് തമ്മിത്തില്ല. കാരണം എന്താണെന്നറിയോ, അവരും കൊച്ചുകുട്ടികളെ, പല്ലൊക്കെ കൊഴിഞ്ഞു തുടങ്ങി, കണ്ണിൻ്റെ കാഴ്ചയൊക്കെ ശക്തി തുടങ്ങും, നടക്കുമ്പോൾ വേച്ച് തുടങ്ങുന്നു. 2ാം ബാല്യമാണ് വാർദ്ധക്യം. 2 അനാഥത്വം കേട്ടോ. ഈ കൊച്ചുകുട്ടികൾക്ക് അനാഥത്വമാണ്, അമ്മയെ മാത്രമേ തിരിച്ചറിയുന്നുള്ളൂ, ബാക്കി ആരും തിരിച്ചറിയുന്നില്ല. 60 വയസ്സ് കഴിഞ്ഞാൽ കാരണവന്മാരും അനാഥരാണ് സത്യത്തിൽ. കാരണം അവർക്ക് ഇതുപോലെ സെൽസൊന്നും ഇത് തുടങ്ങി കണ്ണൊക്കെ കാണാണ്ടായി. അപ്പോൾ ചിലപ്പോൾ അമേരിക്കയിലെ മക്കൾ. അപ്പോൾ ആശ്രയം എവിടെയേ ഉള്ളൂ? ആശ്രയം തലപ്പുഞ്ഞ മഹാദേവൻ്റെ നടയിൽ മാത്രമേ ഉള്ളൂ. ചിലർ ചോദിക്കും, ഞാൻ വിധവയാ, ഇവിടെ വിളക്ക് എത്തിക്കാൻ കൂടാവോ, താലം എടുക്കാമെന്നോ. എന്ത് കുഴപ്പം? ഒരു ശാസ്ത്രവും പറഞ്ഞിട്ടില്ല. വിധവകളാണ് ഏറ്റവും കൂടുതൽ ഭഗവാനെ സ്നേഹിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ഭഗവാനെ ആശ്രയിക്കേണ്ടത്. അത് അല്ലാത്തതായ ഒരനാചാരങ്ങളും ഒരു ക്ഷേത്രങ്ങളിലും പാടില്ല എന്നർത്ഥം. ഒരു ശാസ്ത്രങ്ങളും പറയുന്നില്ല വിധവയ്ക്ക് വിളക്ക് എത്തിക്കാൻ പാടില്ല, അല്ലെങ്കിൽ വിധവയ്ക്ക് താലം എടുക്കാൻ പാടില്ല എന്ന്. വിധവയ്ക്കല്ലേ കൂടുതൽ ചെയ്യേണ്ടത്, ഭാഗവതം വായിക്കാൻ പാടില്ല, ഒന്നുമില്ല. ഇതൊക്കെ ശാസ്ത്രത്തിന് നിരക്കാത്ത, വെറുതെ അവരെ പുറത്തേക്ക് ഇറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതായ ചില വാക്കുകൾ മാത്രമാണെന്ന് ഓർപ്പിപ്പിച്ചിട്ടുണ്ട്. ഏത് ജാതി മത വർഗ ഭേദമന്യേ ഉത്സവമായിട്ട് സഹകരിച്ചോളൂ. ഇനിയൊരു കായക്കൊലയാണ്, ഇഷ്ടമുള്ളത് അവനവൻ്റെ മനസ്സിന് ഇഷ്ടമുള്ളത് സമർപ്പിക്കുമ്പോൾ ഉത്സവം ട്രഡീഷണലായിട്ട് രീതിയിൽ അഭിമാനത്തോട് പറയുന്നു. കേരളത്തിൽ തിരുവാതിരോത്സവം ട്രഡീഷണലായിട്ട് രീതിയിൽ നടക്കുന്ന ഒരേ ഒരു ക്ഷേത്രം. പുറമെ വലിയ വെടിക്കെട്ടുകളോ വലിയ ആനയും അമ്പാരിയും ഇല്ലാതെ തന്നെ ട്രഡീഷണലായിട്ട് നടക്കുന്ന, കൃത്യം 12 മണിക്ക് തന്നെ 10 പൂവ് തേടി കുട്ടികൾ പോയി 10 പൂവുകൾ കാട്ടിപ്പോയി തന്നെ പറിച്ചുകൊണ്ട് വന്ന് നടക്കുന്ന ഒരേ ഒരു ക്ഷേത്രം. അഭിമാനം കൊച്ചിൻ ദേവസ്വത്തിൻ്റെ അഭിമാനം, അനിക്കുട്ടേട്ടൻ മണയത്താറ്റ് കുടുംബത്തിൻ്റെ അഭിമാനം, മാങ്കുളത്തിൻ്റെ അഭിമാനം, മറ്റ് സ്റ്റാഫുകളുടെ അഭിമാനമായ തലപ്പുഞ്ഞ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിലേക്ക് എല്ലാവരെയും, എല്ലാ തലത്തിലുള്ളവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നാമജപം കൊണ്ട് മുഖരിതമായ ഒരു ഉത്സവം നടക്കുമ്പോൾ അടുത്ത വർഷത്തേക്ക് ഗ്യാരണ്ടിയാണ്. കുടുംബത്തിൻ്റെ ഭദ്രത, ലോകത്തെ മുഴുവൻ സ്നേഹിക്കാനുള്ള മനസ്സ് ആമയങ്ങളില്ലാതെ മനസ്സമാധാനത്തിൽ ജീവിതം ഇവിടുത്തെ മഹാദേവൻ്റെ മാത്രം ഗ്യാരണ്ടിയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ഗ്യാരണ്ടി 3 ദിവസത്തെ വ്രതത്തോടുകൂടി തന്നെ ആ ഗ്യാരണ്ടി വേണമെങ്കിൽ അവനവനെ തന്നെ ഉയർത്തിക്കൊള്ളുക. ആത്മാനം ഉത്തരേത്, അവനവനെ തന്നെ ഉയർത്തിക്കൊള്ളുക എന്ന് ആ ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവില്ല. വേണമെങ്കിൽ മാത്രം. എന്നിരുന്നാൽ മാത്രമേ ജീവിതത്തിൽ ഇനി നാളെ ഞാനുണ്ടോയെന്ന് എനിക്കറിയില്ല. ജീവിതത്തിൽ കിട്ടുന്ന
ഒരവസരമാണ് ഒരു ഉത്സവത്തിൽ പങ്കെടുക്കുന്നത്. അടുത്ത വർഷം ഞാനുണ്ടോ എന്നറിയില്ല, ഈ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഉണ്ടോ എന്നറിയില്ല. അപ്പോൾ ആയുസ് എപ്പോഴാണ് മഹാദേവനാണ് തീരുമാനിക്കുന്നത്. ആയുസിൻ്റെ ബലമനുസരിച്ച് കിട്ടുന്ന ഉത്സവം കൃത്യമായ രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തുക. നമഃ ശിവായ. പാർവതീശ പാപനാശന ഹരേ.